അതേസമയം CPIM ആക്രമണം നടത്താൻ ബോംബുണ്ടാക്കുന്നു എന്നത് കള്ളപ്രചാര വേലയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും അറിയിച്ചു. പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു. സ്ഫോടനത്തിൽ പിടിയിലായ DYFI പ്രവർത്തകൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി എബി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. എബി, അതായത് CM മുഖ്യമന്ത്രി പറഞ്ഞത് ഈ നാട്ടുനടപ്പിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവൊക്കെ രൂക്ഷമായി വിമർശിച്ചു, ബന്ധമില്ലെങ്കിൽ എന്തിനാണ് അവരുടെ വീടുകളിൽ പോയത്. പക്ഷേ പ്രാദേശിക തലത്തിലുള്ളവർ സ്വാഭാവികമായി നാട്ടുനടപ്പിൻ്റെ ഭാഗമായി പോകുന്നു എന്ന് പറയുന്നു. അത് മാത്രമല്ല, MV ഗോവിന്ദൻ മാസ്റ്റർ കുറെ കൂടി കടുപ്പിച്ചാണ് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന് പോയവരെയാണ് പോലീസ് പ്രതികളാക്കി പിടിച്ചതെന്ന്. എന്തൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്? ഇന്ന് അല്പസമയം മുമ്പ് CPMന്റെ പൊതുസമ്മേളനം, പാർട്ടി ഇലക്ഷനുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളന പരിപാടി കൊച്ചിയിൽ നടക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ. ആ ഘട്ടത്തിലാണ് അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. CPM അക്രമം നടത്താൻ ബോംബുണ്ടാക്കുന്നു എന്നത് കള്ളപ്രചാര വേലയാണ് എന്നൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. രൂക്ഷമായ ഭാഷയിലെ വിമർശനം ഉൾപ്പെടെ അദ്ദേഹം നടത്തുകയുണ്ടായി. പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് വ്യക്തമായിരുന്നു. പക്ഷേ പാർട്ടിയെ അത്തരത്തിൽ ബന്ധമുണ്ട് എന്ന നിലയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ആ നിലയ്ക്കുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരങ്ങൾ ഉണ്ടായത് എന്നുള്ളൊരു വിമർശനം MV ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ചു. ഒപ്പം തന്നെ പിടിയിലായിട്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് DYFI പ്രവർത്തകൻ പിടിയിലായി എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. അതിനെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണ് DYFI പ്രവർത്തകൻ. അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളെയാണ് പ്രതിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രചാരവേലകൾ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരും തന്നെ ആളുകൾ അല്ലെങ്കിൽ ഈ മരിച്ച വീട്ടിൽ പോയതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇല്ല. അത്തരത്തിൽ ഒരു വിവരവും അത് പാർട്ടിക്കാരും തന്നെ അങ്ങനെ ആ നിലയ്ക്ക് പോയിട്ടില്ല എന്ന് ആണയിട്ട് പറയുന്ന നിലയ്ക്കുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആ സംഭവത്തെ ആകമാനവും തള്ളിക്കളഞ്ഞു കൊണ്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് CPM എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ MV ഗോവിന്ദനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ഇത്തരത്തിലൊരു പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു സാഹചര്യം. ഇപ്പോൾ പിടിയിലായിരിക്കുന്നയാൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തയാളാണ് എന്നുള്ളൊരു വിവരണം അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണമാണ് MV ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട ആരും തന്നെ ആ ഒരു മരിച്ച വീട്ടിലേക്ക് പോവുകയോ അതുമായി ബന്ധപ്പെട്ട ആ ഒരു പരിപാടിയിലും പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ അവിടെ ആ നിലയ്ക്ക് പാർട്ടിക്കാരും തന്നെ പങ്കെടുത്തിട്ടില്ല, ആ നിലയ്ക്കുള്ള ഒരു വിവരവും തനിക്ക് ലഭ്യമായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അജിംഷാദ്. ശരി, എബിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. കേന്ദ്ര ഏജൻസികൾക്കെതിരെ CPIM ഇന്ന് വൈകിട്ട് തൃശൂർ ജില്ലയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. LDFന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ മുഴുവൻ ലോക്കൽ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനവും പൊതുയോഗങ്ങളും നടത്തും. കേന്ദ്ര ഏജൻസികളുടെ ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെയാണ് പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് പ്രചരണ വേല LDFനെ തളർത്തുന്നതിനുള്ള കേന്ദ്ര ഏജൻസികളുടെ ശ്രമം ഇത് അംഗീകരിക്കാനാകില്ല എന്നതാണ് ജില്ലയിലെ LDF കൺവീനർ KV അബ്ദുൽ ഖാദർ അറിയിച്ചത്.